സാറേ നമസ്കാരം. ആ പറഞ്ഞോ സാറേ, എനിക്ക് കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാണ്. ഓ സാറേ, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 10-15 ലക്ഷത്തോളം എടുക്കണം. അതെല്ലേ, എന്താ വീട് പണി ഉണ്ടാ? ആ, വീട് പണിയുണ്ട്. സുഖ അല്ലേ? ആ, 40, 30, 28. എത്രയാണ് കിട്ടായിട്ട്? ഞങ്ങൾക്കൊരു 15 ലക്ഷം എടുത്താൽ മതി ഇപ്പോൾ. അല്ല, ഇതിലാകെ 40,000 ഉറുപ്പേ ഉള്ളൂ. അല്ല, നിങ്ങള് അക്കൗണ്ട് നമ്പർ ഒന്ന് നോക്ക്. അതാ സുഹറ മനസ്സിൽ ഇതെഴുതിയിരിക്കുന്നു. ഇത് നമ്പർ കറക്റ്റ് ആണല്ലോ. 40,000 അല്ല സാറേ, ഒരു 10-17 ഉറുപ്പ്യ ഉണ്ടാവും. 15 ഉറുപ്പ്യ ഞങ്ങൾക്ക് ഇപ്പോൾ എടുക്കേണ്ടത്. അല്ല, അതൊക്കെ ഉണ്ടായിരുന്നു ഇതില്, പക്ഷെ അതിന്ന് എടുത്തിട്ടുണ്ടല്ലോ. ഇതാ ATM വഴിയും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇവർക്ക് ATM കയറാൻ തന്നെ അറിയില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ണിനെ വിളിച്ച് ചോദിച്ചു നോക്ക്, എനിക്ക് എത്ര പൈസയാണ് ഓൻ എടുത്ത് തന്നിക്കണെന്ന്. ആരെയും ഉണ്ണി? അതെ, ഇവക്ക് ATM കയറിയിട്ട് ശീലമില്ല. ATM കയറി പൈസ എടുക്കാൻ അറിയില്ല നോക്ക്. അപ്പൊ വീട്ടിനടുത്തുള്ള എൻ്റെ ചങ്ങായിണ്ട്, ഓൻ്റെ അടുത്ത് കാർഡ് കൊടുത്ത് പറഞ്ഞയക്കല. ഓനാണ് വന്ന് എടുത്ത് കൊടുക്കല്. എന്നാ പിന്നെ സംശയിക്കണ്ട. നിങ്ങൾ ആദ്യം ചെന്നിട്ടേ നിങ്ങളുടെ ഈ വിശ്വസ്തനായ എന്താ പേര് പറഞ്ഞേ? ഉണ്ണി. ആ, ഉണ്ണീനോട് ചെന്ന് ചോദിക്കി. സാർ, അപ്പൊ അയാൾ എടുത്താന്നാ പറയുന്നത്? നിങ്ങളുടെ അക്കൗണ്ടിൽ 40,000 ഉണ്ടായിരുന്നു. എന്തെങ്കിലും വേണോ? വേണ്ട. എന്നാ പോയിട്ട് നിങ്ങൾ അയാളോട് ചോദിക്കി. എന്താ പറയണ്? അതെ, ഇല്ലാത്ത പണം ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഉണ്ണിയോട് ചോദിക്കി. സാറേ, ഓൻ തന്നെ എടുത്തിരിക്കുന്ന ഉറപ്പാണോ? പിൻ നമ്പർ അവന് മാത്രമല്ലേ അറിയുള്ളൂ. എന്നാ പിന്നെ അവൻ എന്നെ എടുത്തിട്ടുണ്ട്. അതാണ് തോന്നിയവർക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് ബാങ്കാണ്. അങ്ങോട്ട് നടക്കില്ലേ? ഓനോട് ചോദിച്ചിട്ട് ബാക്കി. ഇല്ല, ഞാൻ ഓനൊന്ന് കണ്ടിട്ട് അങ്ങോട്ട് വരാം. ഓനൊന്ന് കണ്ടിച്ചു. അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാം, ഞങ്ങളെ വിളിക്കാം. ചോദിച്ചോളൂ. ഉണ്ണിയെ, 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 ഈ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട. കണ്ണുറക്കുണ്ണിയെ. എന്ത് പറഞ്ഞിട്ട് ഓന് യാതൊരു അനക്കമില്ലല്ലോ. 1, 2 ഒന്നല്ല, ലക്ഷങ്ങളാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയത്. ഞാൻ വന്നിട്ട് 10-45 കൊല്ലായി. അപ്പൊ ഞാൻ അത്ര നേരം പറഞ്ഞു, നീ കേട്ടില്ലേ ഹിമാറ? അതിന് ഞാൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തെന്നോ? ഇയാണ് ഈ എടങ്ങറ് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. എടാ, എന്റെ സൂറക്ക് ATM പൈസ എടുക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഓളെ എന്റെ കൈമിൽ കാർഡ് തരുന്നത്. ലക്ഷങ്ങളാണ് ഓളെ അക്കൗണ്ടിൽ നിന്ന് പോയത്. അത് എവിടെയാ നിനക്ക് അറിയണം? ലക്ഷങ്ങള്. എന്റെ മൊയ്തുക്ക, ഇത്താത്ത പറയുമ്പോ ഞാനൊരു 10-15 ഉറുപ്പ എടുത്ത് കൊണ്ടു കൊടുക്കും. അതുപോലെ അല്ല, ലക്ഷങ്ങൾ. എന്റെ മൊയ്തുക്ക ബാങ്ക് എന്ന് പറഞ്ഞ എന്റെ ഈശ്വരൻ 10,000-ന്റെ 2 പൂജ്യം അറിയാണ്ട് പ്രശ്നം അല്ല. അങ്ങനെയാന്ന് ആ പൈസ എനിക്ക് കിട്ടണ്ടേ? പിന്നെ പൈസ എവിടെ പോയി? അതാ ഞാൻ ചോദിക്കണത്. ചിലപ്പോ ഈ 10,000 രൂപ ഈ ലക്ഷങ്ങൾ എടുത്തിട്ടുണ്ടോ? എന്റെ പെരയിലുണ്ടാവും, പോയി നോക്ക്. എന്റെ മൊയ്തുക്ക ഇല്ലായിട്ടാൻ പറയാ. ഇത് ആളെല്ലാം കേട്ട് കഴിഞ്ഞാൽ ആള് കേക്കണല്ലോ. എനിക്ക് ദണ്ണുണ്ടാവും ഉണ്ണിയെ. കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഞാൻ ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കിയത്. എന്റെ മൊയ്തുക്ക, എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അതിനാണ് ഈ യോഗ ചെയ്യുന്നു, പ്രാണായാമം. അപ്പൊ ശരിക്കും ഓർത്ത് നോക്കി എത്ര പൈസ ഈ എടുത്തിട്ടുണ്ട് തന്നെ നോക്കി. എനിക്ക് ആകെ ആ പിൻ നമ്പർ ഓർമ്മയില്ല. 35-45. എന്റെ സൂര്യന്റെ പിൻ നമ്പർ എനിക്ക് വല്ല ഓർമ്മയില്ല. അത് അനക്ക് നല്ല ഓർമ്മയാ. അപ്പൊ ഈ തന്നെയാണ് പൈസ എടുത്തത്. എനിക്ക് എന്റെ മൊയ്തുക്ക, ഇത് പ്രാണായാമം. ഇത് പൂർത്തിയാക്കിയിട്ട് എനിക്ക് പ്രാന്തായി പോകും. എനിക്കിത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലല്ലേ പ്രാന്താവുക? എനിക്ക് ഇപ്പളെ പ്രാന്തായിട്ട് നിൽക്കുക. എനിക്ക് ഉന്നെ ബാങ്ക് മാനേജർ അടുത്ത് ഈ വരണം. അതാ പറഞ്ഞത്. എനിക്ക് എന്താ ഈ കാണിക്കുന്നത്? എന്താ എങ്ങോട്ടാ പോണേ? ഞാനൊന്ന് കുപ്പായ മാറ്റി വരട്ടെ. മാറ്റിട്ട് വാ. മൊയ്തുക്ക, നല്ല ജീൻസ് പാന്റും നല്ല ടീഷർട്ടും ഉണ്ട്. അത് ഇട്ടിട്ട് വന്നു. എന്തെങ്കിലും പോയിട്ടോ. എനിക്ക് തരം തരം ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ. ഇപ്പൊ മനുഷ്യനെ പ്രാന്തമാക്കിയാണ്. 1128. സാറേ, ഞാൻ സാർ ഇപ്പൊ തന്നെ വന്നാ? 15 ലക്ഷമല്ല സാർ, 200 കിട്ടുമോ? സാർ, ഇവനാണ് ഉണ്ണി. സാർ, ഇപ്പം പൈസ എടുത്തില്ല എന്നാ പറയണത്. പൈസ എടുത്തില്ല സാറേ. അല്ല, പിന്നെ കാശ് എങ്ങനെ? അതെനിക്കറിയില്ല. എനിക്ക് എന്റെ പൈസ കിട്ടണം. നിങ്ങളെ ബാങ്കിന്റെ അടുത്ത് വന്ന എന്തൊരു അപാകതയാണ്. 15 ലക്ഷമാണ് സാറേ. അതെ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. മാനേജറെ ചെന്നൊന്ന് കാണാം. മാനേജർ എന്താ വേണ്ടിച്ചാ പറഞ്ഞു തരും. രക്ഷപ്പെടും. മാനേജറോട് പറഞ്ഞാൽ അതവിടെ
സൂറ അക്കൗണ്ട് സൂര്യല്ല സൂറ. സൂറ 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 ഓക്കെ ഓക്കെ സൂറ. ആ നിങ്ങളുടെ പൈസ പോയി. പൈസ പോയി. എങ്ങനെ പോരും സാർ? അല്ല ATM വഴി ആ. 2000 3000 5000 10000 വരെ എടുത്തിട്ടുണ്ട്. പൈസ എടുത്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആ. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ 15 ലക്ഷം. ആ. 15 ലക്ഷം രൂപയോളം ഈ ഓൺലൈൻ വഴിയൊക്കെയാണ് പോയത്. സാറേ ഓൺലൈൻ വഴിയൊക്കെ ആരെടുക്കാനാണ്? ഓൺലൈൻ വഴി എടുത്തിട്ടില്ല. സൂറക്ക് അറിയില്ലത്. അപ്പൊ സൂറ സൂറ ATM പൈസ എടുക്കണമെങ്കിലേ ആ. ഉണ്ണീന്റെ അടുത്ത് കൊടുക്കും. എന്നിട്ട് ഉണ്ണീന്റെ അടുത്ത് കാർഡും കൊടുക്കും, പിൻ നമ്പറും പറഞ്ഞു കൊടുക്കും. ഓൻ പോയിട്ട് കാർഡ് ആര് കൊടുക്കും? കാർഡ് സൂറ കൊടുക്കും. സൂറ കൊടുക്കും. ആ. നിങ്ങൾക്ക് കൊടുക്കും. ഇറക്ക് തരും സാറേ. നിങ്ങൾ പോയിട്ട് പൈസ എടുക്കും. പൈസ എടുക്കും. 35 അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയില്ല പൈസ ആവശ്യത്തിന് കൊടുക്കും, പിന്നെ സാധനം മേടിച്ചു കൊടുക്കും, ഇതെല്ലാം ചെയ്യും. ഭാര്യ പറയുമ്പോ കേൾക്കണല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ സൂറ ആരുടെ ഭാര്യ? നിങ്ങളുടെ ഭാര്യ? എന്റെ ഭാര്യ. സൂറ എന്റെ ഭാര്യയല്ലേ? അല്ല സാറേ, സൂറ സൂറ എന്റെ ഭാര്യയാണ്. സൂറ നിങ്ങളുടെ ഭാര്യ. എന്റെ ഭാര്യ. നിങ്ങൾ അപ്പോ കാർഡ് കൊടുക്കും. സാറേ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ദുബായിലാണ്. നിങ്ങൾ ദുബായിലാണ്. അത് പറയണ്ടേ? ഞാൻ ദുബായിലാണ്. അപ്പൊ ദുബായിൽ നിന്ന് എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവൻ വീട്ടിനടുത്ത് വിശ്വസനായ ഒരു അയൽവാസിയാണ്. ഭർത്താക്കന്മാർ ഗൾഫില്, ഭാര്യമാർ ഇവിടെ നാട്ടില്. അവർ നാട്ടിൽ ഏതെങ്കിലും ആളുകളുമായിട്ട് പരിചയമായി അക്കൗണ്ട് അവർ കൊണ്ടുപോകൂ, ഈ പെണ്ണിനെ അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഇല്ല സാർ, ഓരങ്ങനെ ചെയ്യണ്ടല്ലോ, വിശ്വസ്തനാണ്. അതെ, ഇയാൾ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് സാർ അങ്ങനെയൊക്കെ സംഭവിക്കൂ സാർ? അല്ല, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞതല്ല, അങ്ങനെ വരുന്നുണ്ട് ആൾക്കാരെ, കുറെ കേസ് വരുന്നുണ്ട്. സാർ ഇതിപ്പോ എങ്ങനെയാണ് പൈസ പോയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് അറിയാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ നമ്പറിൽ തന്നെ പോയത്. സാറേ ഞാനേ ATM കാർഡ് തരും 35 അതല്ലോ 35 പിൻ നമ്പറാണ്. എന്ത് പിൻ? ATM പിന്ന് പറയാണ് 35 നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പിൻ നമ്പർ, ATM കാർഡ്, ബാങ്കിന്റെ ഡീറ്റെയിൽസ്, ഇത് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കൊടുത്തു പോയി അയൽവാസി. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാം, ബാങ്കിന്റെ വഴിയുള്ള അന്വേഷണം ഞാൻ നോക്കാം. നിങ്ങൾ വേണ്ടത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കണം. സാർ പോലീസ് സ്റ്റേഷനിൽ ഒഴിവാക്കണം സാറേ. എന്താ സാറേ എന്റെ നിരപരാധിത്വം തെളിയിക്കണം. സാർ തെളിയിക്കും. സാറ് നിരപരാധിത്വം തെളിയിക്കാൻ സാറ് കോടതിയില്ല, സാറ് ബാങ്ക് മാനേജർ അല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞു നമ്മളെ പോലീസ് സ്റ്റേഷനിൽ എന്തിനാ പോകുന്നത്? ഈ പൈസ എടുത്തില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരെ എന്തിനാ അങ്ങനെ പേടിക്കണത്? അല്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? നമ്മളെ ബാങ്കിൽ ഇടപാടില്ല, പോലീസ് സ്റ്റേഷനിൽ എന്ത് ബന്ധമാണ്? കുന്തം പോയാൽ കുളത്തിലും തരയണം. എന്തിനു തെളിയും? കുന്തം അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. വാ പോരും. ശരി സൂറ. മൊയ്തു സാറേ 15 ലക്ഷം പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ കയറൂലേ? എങ്ങനെ നിങ്ങൾ സോൾവ് ആക്കി തന്നെ റെഡി ആക്കിയത് സാർ? പറ്റൂല നടക്കും ചോദ്യം മറിമായം